ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. 31ാമത് ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ചേർന്നു. യോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാർ, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി, ആൻഡമാൻ ലഫ്റ്റനന്റ് ഗവർണർമാർ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമിടയിൽ അഭിപ്രായം പങ്കുവയ്ക്കാൻ മേഖലാ കൗൺസിൽ വേദിയൊരുക്കുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ അഭിപ്രായപ്പെട്ടു. മുല്ലപ്പെരിയാർ വിഷയം ഉൾപ്പെടെ അദ്ദേഹം സോണൽ കൗൺസിലിൽ ഉന്നയിച്ചു. ഗുണ്ടാ സംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നിലപാട് കടുപ്പിച്ച് കേരള പോലീസ്. ഓപ്പറേഷൻ ഗ്രിപ്പ് പരിശോധനാ ഡ്രൈവിലൂടെ 10,000-ലേറെ സാമൂഹ്യ വിരുദ്ധരെ നിരീക്ഷണ വലയത്തിലാക്കിയതായി പോലീസ് അറിയിച്ചു. പിടികിട്ടാപ്പുള്ളികളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന 158 പേരെയും കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓണക്കാലത്ത് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി വരുന്ന അലവൻസ് ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ. 500 രൂപയിൽ നിന്നും 1000 രൂപയാക്കിയാണ് അലവൻസ് വർദ്ധിപ്പിച്ചത്. ലിംഗ തുല്യതയല്ല, ലിംഗനീതിയാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്ന് മന്ത്രി KM ഷാജി. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കുടുംബശ്രീയെ നവീകരിക്കേണ്ടതുണ്ടെന്നും ഇതിനായി കുടുംബശ്രീ 2.0 കടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അരി മില്ലുടമകൾ സർക്കാരിന് മുന്നിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കാലങ്ങളായി കുടിശ്ശികയിലുള്ള കൈകാര്യ ചെലവുകളും മില്ലിംഗ് ചാർജുകളും വർദ്ധിപ്പിച്ച് നൽകുന്നത് ആലോചനയിലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര നാളെ മുതൽ ആരംഭിക്കും. ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന വിളംബര ജാഥ ഓഗസ്റ്റ് 23-ന് കനകക്കുന്നിൽ സമാപിക്കും. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100ഓളം സ്റ്റാളുകളാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. 72ാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. അടൂർ ബൈപ്പാസിൽ വീണ്ടും നഗരസഭ ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധന. പഴകിയ ഭക്ഷണ സാധനങ്ങളും എണ്ണയും പിടിച്ചെടുത്തു. KFC, ഫിൽഫിൽ, തബാബ്, പ്ലേറ്റ്സ് ബൈ നേഹ, പറക്കൻസ്, റെട്ടി എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് പഴകിയ സാധനങ്ങൾ പിടിച്ചെടുത്തത്. കഴിഞ്ഞയാഴ്ച നടത്തിയ പരിശോധനയിലും വലിയ തോതിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. സ്കൂൾ കലോത്സവ മത്സരത്തിന്റെ വിധി നിർണയം നടത്തുമ്പോൾ ഓരോ മത്സരാർത്ഥിയുടെയും ഗ്രൂപ്പിന്റെയും മാർക്കുകൾ ഇലക്ട്രോണിക് ഡിസ്പ്ലേ വഴി സ്റ്റേജിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള കലോത്സവ നടത്തിപ്പിൽ വ്യാപകമായ പണപ്പിരിവ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഗണിക്കവെ കമ്മീഷൻ വ്യക്തമാക്കി. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം. ഇവിടെ ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് വനിതാ വിഭാഗത്തിലെ ഇന്ത്യ-ഇംഗ്ലണ്ട് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇതോടെ പൂൾ ഡിയിൽ രണ്ടാമതെത്തി ഇന്ത്യൻ വനിതകൾ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ തത്വത്തിലുള്ള അംഗീകാരം തേടി KMRL സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. കൊച്ചിയിലെ മെട്രോ സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെയുള്ള നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് ശുപാർശ സമർപ്പിച്ചത്. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFുമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.